ബംഗാൾ ഗവർണറും മലയാളിയുമായ സി.വി. ആനന്ദബോസിനെതിരെ ലൈംഗിക പീഡന പരാതി 2 തവണ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചതായി രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരി വെളിപ്പെടുത്തി. രാജ്ഭവനിലേക്കുള്ള പ്രവേശനം സുരക്ഷയുടെ ഭാഗമായി പോലീസ് നിർത്തിവെച്ചു. ദില്ലിയിൽ നിന്ന് സ്വാതി ചേരുന്നു. സ്വാതി, എന്താണ് ഈ പരാതിയുടെ വിശദാംശങ്ങൾ? ഗവർണറുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? ഷമ്മി, ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസിനെതിരെയാണ് ഇപ്പോൾ പീഡന പരാതിയുമായി രാജ്ഭവൻ ജീവനക്കാരി രംഗത്ത് വന്നിട്ടുള്ളത്. കൊൽക്കത്തയിലെ ഹരേ സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഇപ്പോൾ റിപ്പോർട്ട്. രാജ്ഭവനിലെ പീസ് റൂമിലെ ചുമതലയുള്ള താൽക്കാലിക ജീവനക്കാരിയാണ് പരാതി ഉന്നയിച്ചിട്ടുള്ളത്. ഗവർണറെ നേരിൽ കാണാൻ പോയ സമയത്തായിരുന്നു താൻ പീഡനം നേരിട്ടതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സ്ഥിരം നിയമനം നൽകാമെന്ന് പറഞ്ഞായിരുന്നു പീഡനമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് നടന്ന ഉടൻ തന്നെ അവർ രാജ്ഭവൻ പരിധിയിലുള്ള പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഗവർണറുടെ വസതിയിലെത്തി ഇവിടെ സ്റ്റേഷനിലെത്തുകയും പരാതി രേഖപ്പെടുത്തുകയുമായിരുന്നു. സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇപ്പോൾ രാജ്ഭവനിലെ സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഗവർണർ പറയുന്നത് തങ്ങൾക്കെതിരെ അപകീർത്തിപരമായി പരാമർശങ്ങൾ രാഷ്ട്രീയപരമായി എടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ ഇതിൽ നിരപരാധി ആണെന്നടക്കമുള്ള പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഇടപെടണം അടക്കമുള്ള കാര്യങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്നാൽ ആരോപണങ്ങളിൽ തളരില്ലെന്നും സത്യം ജയിക്കുമെന്നാണ് ഗവർണർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഗവർണറെ നേരിട്ട് കാണാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം ഉണ്ടായതെന്നും ജീവനക്കാരി തന്റെ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്ത. സ്വാതി, ഈ സന്ദേശ് കാലി വിഷയം ഉയർത്തി BJP വളരെ ശക്തമായി തന്നെ മമതാ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിന് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു പ്രതികാരമെന്ന നിലയിൽ ഇപ്പോൾ ഗവർണർക്കെതിരെ ലൈംഗിക ആരോപണം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച BJP കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഗവർണറുമായി അടുത്ത കേന്ദ്രങ്ങളും വിശദീകരിക്കുന്നത്. ഇതിലെന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? പൊതുവെ തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിൽ വലിയൊരു പോര് തന്നെ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്നുണ്ട്. ഈ സന്ദേശ് കാലി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ACB അന്വേഷണം അടക്കം നടത്തിയതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയിലടക്കം സമീപിച്ചൊരു സാഹചര്യമുണ്ട്. BJP തങ്ങളെ രാഷ്ട്രീയപരമായി നേരിടാൻ വേണ്ടിയും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുമാണ് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും സന്ദേശ് കാലി സംഘർഷം അടക്കമുള്ള വിഷയം ഉന്നയിക്കുന്നതെന്നും നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ പശ്ചിമ ബംഗാളിൽ ഇത്തരത്തിൽ BJP തൃണമൂൽ കോൺഗ്രസ് പോര് നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും BJP ഗവർണർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ BJPയും തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി തന്നെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ തങ്ങൾ CBI അന്വേഷണം അടക്കം നേരിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതിനെതിരായി തങ്ങളെ കുടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പരാതി തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഷമ്മി.